അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു അസ്സ വജല്ല സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ റജുലുൻ അഅ്താ ബി സുമ്മ ഗദറ വറജുലുൻ ബാഅ ഹുർറൻ ഫഅകല സമനഹു വറജുലുൻ ഇസ്തഅ്ജറ അജീറൻ ഫസ്തൗഫ മിൻഹു വലം യുഅ്തിഹി അജ്റഹു. റവാഹു മുസ്ലിം. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല അല്ലാഹു അസ്സ വജല്ല, അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അല്ല, റസൂൽ പറയുന്നത് അള്ളാഹു പറഞ്ഞു എന്ന് പറയുന്നതാണ്. ഈ ആശയത്തിനാണ് നമ്മൾ പറയുന്നത് ഖുദ്സിയ ഹദീസ്. ഈ ഖുദ്സിയ ഹദീസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഹദീസ് തന്നെയാണ്. പക്ഷെ നമ്മളുള്ളൊരു വ്യത്യാസം, സാധാരണ ഹദീസ് എന്ന് പറഞ്ഞാൽ റസൂല് പറയുന്നതാണ്. ഖുദ്സിയ ഹദീസിൽ പറയുന്നത് റസൂൽ തന്നെയാണെങ്കിലും അതിൽ സംബോധന ശൈലി അള്ളാഹു, ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു ആയിരിക്കും. അതിന് ഖുദ്സിയ ഹദീസ് എന്നാ പറയാം. അതിൽ ആ വാക്കിന്റെ വ്യത്യാസം അല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല. സഹീഹ് ലൈഫൊക്കെ അതിലും ഉണ്ടാവും, പരിശോധിക്കൊക്കെ വേണം. അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയാൻ അർത്ഥം. ഇവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അള്ളാഹു പറയുന്നത് എന്താ? സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ. 3 വിഭാഗം ആളുകൾ, ഞാൻ ഖിയാമത്ത് നാളിൽ ഞാൻ ആ 3 വിഭാഗത്തിന്റെയും പ്രതിയോഗിയായിരിക്കും. അള്ളാഹു പറയാണ്, ഞാൻ അവർക്ക് എതിരായിരിക്കും. 3 വിഭാഗം ആളുകൾക്ക്. ഒന്ന്, റജുലുൻ അഅ്താ ബി സുമ്മ ഗദറ. ഒരു മനുഷ്യൻ എന്റെ പേരിൽ വാക്കു കൊടുക്കുകയും എന്നിട്ട് സുമ്മ ഗദറ, അവൻ ആ വിഷയത്തിൽ വഞ്ചന നടത്തുകയും ചെയ്തു. അത്തരം ആളുകൾക്കെതിരെ. വറജുലുൻ ബാഅ ഹുർറൻ ഫഅകല സമനഹു. മറ്റൊരാള് സ്വതന്ത്രനായൊരു മനുഷ്യനെ വിറ്റ്, അടിമയാക്കി വിറ്റ് ആ കാശ് തിന്നുന്നവൻ, ആ പണം തിന്നുന്നവൻ. വറജുലുൻ ഇസ്തഅ്ജറ അജീറൻ ഫസ്തൗഫ മിൻഹു വലം യുഅ്തിഹി അജ്റഹു. മൂന്നാമത്തത്, ഒരു മനുഷ്യൻ ഒരു തൊഴിലാളിയെ വിളിച്ച് അവൻ പൂർണ്ണമായി ജോലി ചെയ്യിച്ച് വലം യുഅ്തിഹി അജ്റഹു, എന്നാൽ അവന്റെ കൂലി പൂർണ്ണമായിട്ട് അവന് കൊടുക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ 3 വിഭാഗത്തും ഞാൻ എതിരായിരിക്കും. നമ്മുടെ വിഷയം ജോലിയും തൊഴിലും ഒക്കെയാണ്. അതിലാണ് ഇന്നലെ വന്ന ഹദീസ്. അതിൽ തന്നെയാണ് വന്ന് കൊമ്പ് വെക്കുന്ന ആൾക്ക് നബി കൂലി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. എന്നതുപോലുള്ളൊരു വിഷയമാണിതും. അതിന്റെ ബാക്കി വേറെ ഹദീസ് കൊടുത്താം. ഇത് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറയുന്നത്. ഈ പറയുന്ന വിഷയത്തിന് മുമ്പ് അള്ളാഹ് പറഞ്ഞത് അന ഖസ്മുഹും യൗമൽ ഖിയാമ. ഈ 3 വിഭാഗത്തിന് എതിരിലും ഞാൻ അവരുടെ പ്രതിയോഗിയായിരിക്കും പരലോകത്ത് നിന്ന്. അള്ളാഹു ഒരു വിഭാഗത്തിന് എതിരാകുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. പരലോകത്ത് അള്ളയാണ് വിചാരണ നടത്തുന്നത്, കാര്യങ്ങൾ നിർണയിക്കുന്നു അള്ളാഹു തന്നെയാണ്. സ്വർഗവും നരകമൊക്കെ വിധിക്കുക അള്ളാഹുവാണ്. അങ്ങനെ അള്ളാഹ് പറയുന്നത് ഞാൻ തന്നെ അവർക്ക് എതിരായിരിക്കുന്നു, ആ 3 വിഭാഗം ആളുകൾ. അപ്പൊ അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമായിട്ടാണ് കാണേണ്ടതെന്ന് അർത്ഥം. അങ്ങനെ വേറെയും ചില ഹദീസുകൾ വേറെ വിഷയങ്ങൾക്ക് വന്നു. ഞാൻ ഹസ്മുഹും, ഞാൻ അവരുടെ എതിരാളിയായിരിക്കും എന്ന് പറഞ്ഞ് റസൂല് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് എതിരിൽ വാദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ ഹദീസുകളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞെടുത്ത് 3 ഒന്ന്, റജുലുൻ അഅ്താ ബി സുമ്മ ഗദറ. ഒരു മനുഷ്യൻ എന്റെ പേരിൽ വാക്കു കൊടുക്കുകയും എന്നിട്ട് ആ വിഷയത്തിൽ വഞ്ചന നടത്തുകയും ചെയ്തവനാണെന്നാണ്. അപ്പൊ അതിന്റെ തത്വം എന്താന്ന് വെച്ചാൽ, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് സത്യം ചെയ്തിട്ടോ അല്ലെങ്കിൽ സാക്ഷ്യം നിർത്തിയിട്ടോ, അള്ളാഹുവിന് സാക്ഷ്യം നിർത്തിയിട്ടോ പറയുക, എന്നിട്ട് അതിൽ വഞ്ചന നടത്തുന്നത് ഗൗരവമാണെന്ന്. അത് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമല്ല. അതാണ് അള്ളാഹ് എതിരാവും എന്ന് പറഞ്ഞത്. നമുക്ക് സ്വന്തം റിസ്കിൽ പറയാം, ഞാൻ സാക്ഷിയാകാം, ഞാൻ എന്റെ പേരിൽ തന്നെ ഉത്തരവാദിത്തം ഏൽക്കാം എന്നൊക്കെ പറയുമ്പോൾ അതിന് ഗൗരവം കുറവുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞിട്ട് വഞ്ചന നടത്തുമ്പോൾ ഗൗരവം കൂടുകയാണ്. റസൂൽ തന്നെ ചില സംഗതികൾക്ക് യുദ്ധത്തിനൊക്കെ പറഞ്ഞയച്ചപ്പോൾ എന്റെ പേരിൽ നിങ്ങൾ പറയണ്ട, നിങ്ങൾ നിങ്ങളെ പേരിൽ പറഞ്ഞ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റസൂലിന്റെ പേരിൽ പറയുമ്പോൾ അതിന് ഗൗരവം കൂടുകയാണ്. നിങ്ങൾ നിങ്ങളെ സ്വന്തം റിസ്കിൽ പറഞ്ഞാൽ മതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ,
അള്ളാഹുവിന്റെ പേരിൽ പറയുമ്പോൾ വളരെ ഗൗരവമായി, റസൂലിന്റെ പേരിലാകുമ്പോൾ അതിന്റെ താഴെ, നമ്മൾ സ്വന്തം പേരിലാകുമ്പോൾ നമ്മൾക്ക് നമ്മളുടേതായ ഉത്തരവാദിത്തമുള്ളൂ. ഇത് അള്ളാഹുവിന്റെ പേരിൽ വാക്ക് കൊടുത്ത് വഞ്ചന നടത്തിയാൽ അവനെതിരിൽ ഞാൻ വാദിക്കും, അവനെതിരായിരിക്കും ഞാൻ പരലോകത്ത് എന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ അള്ളാഹുവിന്റെ പേരിൽ പറയുമ്പോൾ അത് പാലിക്കണം. അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു എന്നൊക്കെ പറയാ, അങ്ങനെ നമുക്ക് തോന്നിയ മാതിരി കാണിക്കുക, അത് വളരെ ഗൗരവമുള്ള വിഷയമായിട്ടാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ പല രംഗങ്ങളിലും വരുന്ന സംഗതികളാണ്. പല മേഖലകളിലും ഇങ്ങനെ കടന്നു വരുന്നത്തെ ഓരോ വിഷയങ്ങളൊക്കെ അവിടെ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഉറപ്പിച്ച് പറയുമ്പോൾ അത് വളരെ ഗൗരവമായിട്ട് കാണണം എന്നർത്ഥം. രണ്ടാമത്തേത് സ്വതന്ത്രനായ ഒരു മനുഷ്യനെ അടിമയാക്കി വിറ്റ് ആ പണം തിന്നുന്നവൻ എന്നാണ്. തിന്നുന്നവൻ എന്ന് പറഞ്ഞാൽ തിന്നാത്ത ആവശ്യത്തിനും ആ പൈസ ഉപയോഗിക്കാം, ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ഖുർആനിലും ഹദീസിലും ഈ അക്കല എന്ന് പറഞ്ഞാൽ തിന്നു തന്നെയാണ് അർത്ഥം. അത് അങ്ങനെ പ്രയോഗിക്കാൻ കാരണം അത്രയും മോശമാണ് അയാൾ ആ ചെയ്യുന്നത് എന്നുള്ളവർക്കാണ്. അത് തിന്നുക എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ അത് വേറെ വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുക, ആ ജാതി വാക്കാണ് ശരിക്കാ പറയണത്. എല്ലാത്തിനും ഒരു അറബി ഒരു വാക്കല്ലേ പറയാൻ കഴിയുള്ളൂ, ആണ് അതിന്റെ അർത്ഥം. ഇപ്പൊ പലിശയെ പറ്റി ഖുർആനിൽ പറയുന്നത് യഅ്കുലൂന റിബ, പലിശ തിന്നുന്നവർ. പലിശ വാങ്ങിയിട്ട് വേറെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും, പക്ഷെ അതിനൊക്കെ പലിശ തിന്നാ പറയുന്നത്. അപ്പൊ അത്രയും മോശമായ സംഗതിയായിട്ട് പ്രയോഗിക്കുകയാണ് ഇവിടെ. അതെന്നെ ചെയ്യുന്നത് വളരെ സ്വതന്ത്രനായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചു വിൽക്കുക. അടിമ വ്യവസ്ഥയുള്ള കാലത്തുള്ള സംഗതികളാണ്. അയാൾ അടിമയായിട്ട് വിൽക്കുക, എന്നിട്ട് ആ പൈസ തിന്നുക. അങ്ങനത്തെ ആൾക്കാർക്ക് ഇതിൽ ഞാൻ എതിരായിരിക്കും പരലോകത്ത്. അത് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടതില് മനുഷ്യൻ സ്വതന്ത്രനായിട്ട് ജീവിക്കണം തന്നെയാണ്. മനുഷ്യനെ അടിമയാക്കാൻ പാടില്ല. ഒരു നിരക്കുള്ള അടിമത്വവും പറ്റൂല, മാനസിക അടിമത്വവും പറ്റൂല, ശാരീരികവും മാനസികവുമായി ഒന്നിച്ചുകൂടി അടിമത്തുണ്ട്. ഇതൊന്നും പാടില്ല ഇസ്ലാമില്. ഇസ്ലാം അതിനൊന്നും അംഗീകരിക്കുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നിടത്ത് അതിന്റെ ചില മര്യാദകളൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അവരോട് മര്യാദ പാലിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വസ്ത്രം കൊടുക്കണം, അവരെ പ്രയാസപ്പെടുത്തരുത്, ജോലി ഏൽപ്പിച്ചാൽ കൂടെ സഹായിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ വന്ന കണ്ടുകൾക്ക്. അത് ആ വ്യവസ്ഥിതി നിലനിൽക്കുന്നിടത്ത് ഉള്ള വ്യവസ്ഥയിൽ പരമാവധി അവർക്ക് മെച്ചങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവരെ മോചിപ്പിക്കാനുള്ള സംവിധാനം ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ എന്നാൽ വളരെ സ്വതന്ത്രനായ ഒരു മനുഷ്യനെ പിടിച്ച് വിറ്റുകാണ്ട് അതുകൊണ്ട് അത് തിന്നാൻ നിന്നാല് അള്ളാഹു പരലോകത്തിനെതിരാവുന്ന, അങ്ങനെ ചെയ്യാൻ പാടില്ല. മനുഷ്യനെ അയാൾക്ക് സ്വതന്ത്രനാക്കി ജീവിക്കാൻ അനുവദിക്കണം. മാനസിക സ്വാതന്ത്ര്യം, ശാരീരിക സ്വാതന്ത്ര്യമൊക്കെ മനുഷ്യന് ഇസ്ലാം അനുഭവിച്ചു കൊടുക്കുന്നതാണ്. ഇസ്ലാം അത് അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. മൂന്നാമത്താണ് നമ്മൾ ഈ അധ്യായമായിട്ട് ബന്ധപ്പെട്ടത് വറജുലുൻ ഇസ്തഅ്ജറ അജീറൻ ഫസ്തൗഫാ മിൻഹു വലം യുഅ്തിഹി അജ്റുഹു. ഒരാൾ ഒരു ജോലിക്ക് ഒരാൾ വിളിച്ചു, എന്നിട്ട് അവൻ ജോലി മുഴുവൻ ചെയ്യിച്ചു, എന്നിട്ട് അവന്റെ കൂലി കൊടുത്തില്ല, അവന്റെ വേതനം കൊടുത്തില്ല. അങ്ങനത്തെ ആളുകൾക്കെതിരെ ഞാൻ പരലോകത്ത് വരുന്ന. ജോലിയും കൂലിയും ഇസ്ലാമിന് കുറെ വ്യവസ്ഥകളും നിയമങ്ങളുണ്ട് ആ വിഷയത്തിലൊക്കെ. കുറെ ഹദീസുകളൊക്കെ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പ്രയാസമുള്ള, പറഞ്ഞ മാതിരി പ്രയാസമുള്ള ജോലികൾ ഏൽപ്പിക്കരുത്, ഏൽപ്പിച്ചാൽ സഹായിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ജോലി എടുപ്പിച്ചാൽ അതിനർഹിക്കുന്ന കൂലി കൊടുക്കണം, അർഹിക്കുന്ന കൂലി കൊടുക്കണം. റസൂലുള്ള പറഞ്ഞത് നമ്മൾ സാധാരണ മലയാളത്തിൽ പ്രചാരമുള്ള ഒരു വാക്കാണ്, വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്നാ. ഹത്താ യജിഫ അറഖുഹു, അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പായിട്ട് ഹദീസിൽ വരുന്നുണ്ട് കൂലി കൊടുക്കണം എന്നാ. അപ്പൊ ജോലി എടുപ്പിച്ചാൽ കൂലി കൊടുക്കണം. അതില് കൂലി കൊടുക്കും, പക്ഷെ ആ കൊടുക്കുന്നതിന് ഭയങ്കരമായ പ്രയാസങ്ങൾ ഉണ്ടാക്കും ചിലവര്. കൂലിയൊക്കെ എങ്ങനെയാ അവസാനമായിട്ട് ഒപ്പിച്ച് കൊടുക്കും, അതാണ് കിട്ടിപ്പോരൂല, കൊടുത്തു തീരൂല. അതിങ്ങനെ 4 വട്ടം നടത്തിച്ച് പിന്നെയും നടത്തിച്ച് ഓൻ ജോലി എടുത്തതിന്റെ കൂലി ഇവനോട് യാചിച്ച് വാങ്ങുന്ന മാതിരി ഇടങ്ങാറാക്കും. അങ്ങനെ ചെയ്യുന്ന ആളുകളോട് അള്ളാഹ് പറയുന്നത് പരലോകത്ത് അവനോന് എതിരായിരിക്കുന്ന. അപ്പൊ അതൊക്കെ വളരെ ഗൗരവം തന്നെയാണല്ലോ. നമ്മളെ ചില മലയാളിമാര് പണിയെടുപ്പിക്കുന്ന പോലൊക്കെ അതൊക്കെ ചെയ്യാറുണ്ട്. വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം പറഞ്ഞൊരു തത്വം തന്നെയാണ്.
ജോലിക്കാരോട് അങ്ങനെ തന്നെ പെരുമാറണം. അവർക്ക് അവർ അർഹിക്കുന്ന ചെയ്ത ജോലിക്കുള്ള കൂലി ശമ്പളം കൊടുക്കണം. അതിൽ നിശ്ചയിക്കാം ആഴ്ചയിൽ ഒരിക്കലാണെന്ന് പറയാം. ഒക്കെ ഹദീസിന്റെ താല്പര്യങ്ങളുണ്ട്. വേറെ ഹദീസുകളൊക്കെ വന്നേ മാസത്തിൽ ഒരിക്കലാന്ന് പറയാം, വർഷത്തിൽ ഒരിക്കലാന്നൊക്കെ പറയാം, ഒക്കെ പറയാം. ഒക്കെ അവര് തമ്മിലുള്ള ടേംസും കണ്ടീഷൻസും ഒക്കെ അവര് തമ്മിൽ തീരുമാനിക്കേണ്ടിയാണ്. അത് തീരുമാനമാക്കിയിട്ട് പിന്നെ അതിനനുസരിച്ച് പോകണം. പക്ഷെ ആ പറഞ്ഞ തീരുമാനം ലംഘിക്കാൻ പാടില്ല. ജോലി എടുത്തവന് അതിന്റെ കൂലി വിയർപ്പ് പറ്റുന്നതിന്, വിയർപ്പ് പറ്റുക എന്നൊക്കെ പറഞ്ഞത് വിയർക്കാത്ത ജോലിയാണ് ഇപ്പൊ അധികം ആൾക്കാർ ചെയ്യുന്നത്. AC റൂമിലിരുന്ന് നല്ല സുഖമായിട്ട് ഇരിക്കുന്ന ജോലി. അപ്പൊ അതിന്റെ അർത്ഥം വിയർപ്പ് പറ്റുക എന്നുള്ളതല്ല, അത്രയും നേരത്തെ അത് കൊടുക്കണം എന്നുള്ളതിന്റെ ഒരു ആലങ്കാരിക ശൈലിയാണ്. അല്ലാതെ വിയർപ്പുണ്ടോ നോക്കിക്കാണ്ടല്ല കൂലി കൊടുക്കേണ്ടത്. അല്ലാതെ കൂലി കൊടുക്കണം, പണിയെടുപ്പിച്ച കൂലി കൊടുക്കണം, അത് അവന്റെ അവകാശമാണ്. അതാണ് ഈ 3 കാര്യങ്ങൾ. ഒന്ന്, എന്റെ പേരിൽ വാക്കു കൊടുത്ത് വഞ്ചന നടത്തുന്നവൻ. രണ്ടാമത്, സ്വതന്ത്രനായ മനുഷ്യനെ വിറ്റ് അതിന്റെ വില തിന്നുന്നവൻ. മൂന്നാമത്തത്, ഈ ജോലിക്ക് കൂലി നിശ്ചയിച്ച ആള് വിളിച്ചിട്ട് ആ കൂലി കൊടുക്കാത്തവൻ, പൂർത്തിയായി കൊടുക്കാത്തവൻ എന്ന് പറഞ്ഞ ആ 3 വിഭാഗത്തിനെതിരിൽ ഞാൻ പരലോകത്ത് വാദിക്കുന്നവനായിരിക്കും, എതിരാളിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഹദീസ് ഇതിൽ വന്നപ്പോൾ പറഞ്ഞ അഴ്ത്തുൽ അജീർ അജ്റുഹു ഖബ്ല യജിഫ അറഖുഹു. ചില വിമർശനങ്ങൾക്കുണ്ട് ഇതിന്റെ സനദിന്. പൊതുവെ സ്വീകാര്യമായ ഒരു ഹദീസായിട്ട് എല്ലാവരും പറയുന്നത്. റസൂലുള്ള പറയുന്നത്, ഒരു കൂലിക്കാരന്, ജോലിക്കാരന് അവന്റെ കൂലി കൊടുക്കണം ഖബ്ല യജിഫ അറഖുഹു, അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പായിട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്, വിയർപ്പ് വറ്റുന്നതിന് മുമ്പായിട്ട് കൂലി കൊടുക്കണം. ഓരോരുത്തർക്കും അവനതിന് അർഹിക്കുന്ന കൂലി എത്ര വെച്ചാൽ കൊടുക്കണം. അതിമേൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. ചില സ്ഥാപനങ്ങളിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക്, അതേപോലെ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് വിദേശത്തും സ്വദേശത്തും ഒക്കെ ഉണ്ട് ഈ പ്രശ്നം. കാശുണ്ടായാലും കൊടുക്കൂല. ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ താൽക്കാലികമായിട്ട് കൊണ്ടൊക്കെ വരും. അതല്ലാത്തന്നെ കാശുണ്ടായാലും കൊടുക്കാതെ നീട്ടിക്കൊണ്ടുപോയി അത് കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കുന്നവര്, പിന്നാലെ നടക്കുന്നവര്, ഇങ്ങനെ പല പൊല്ലാപ്പുകൾ ഇതിന്റെ പേരിലൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. പണിയെടുത്ത് അതിന് കൂലി കൊടുക്കണം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മര്യാദ. അത് തൊഴിലാളി സംഘടന പഠിപ്പിച്ചൊന്നുമല്ല, അത് ഇസ്ലാം പഠിപ്പിച്ചാണ് അതിന്റെ അവകാശം. അത് അവകാശമാണ് അയാളുടെ. അതിന്റെ പേരിൽ അയാളെ പീഡിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അതൊക്കെയാണ് അതിന്റെ നിയമങ്ങൾ. ഇനി ഇതിൽ വേറെ ചില ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്.